എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഈസ്റ്റി പ്രസൻസ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം. നമസ്തേ. നമസ്കാരം. ഈ രാത്രിയിലെ തമാശ സുരാജിനൊപ്പം മനസ്സിലായില്ലേ? കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. അതെ, ആ പരിപാടി തന്നെയാ. മലയാളം. അതെ, മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. ഒരു കവിയാണ്, കവിത്വമാണ് ജീവിതം. ഇതിന്റെ ആമുഖ പ്രഭാഷകൻ ഞാൻ തന്നെയാണ്. ഞാൻ കൂടുതലും മലയാളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ടാണ്. ഈ പരിപാടിയെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടു. എങ്ങനെ? അതായത് ഈ പരിപാടിയെ കുറിച്ച് ആളുകൾ പറയുന്നത് വായ്മൊഴിയിലൂടെ പകർന്ന് എന്റെ കർണപൂടങ്ങളിൽ വന്ന് അലയടിച്ച് എന്നെ നിർഗളിച്ച് ആത്മതിലെത്തിച്ചല്ലോ. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. എന്തായിരുന്നു അഭിപ്രായം? അല്ല, ആളുകൾ പറയുന്നത് നിശാനിധീരത്തിൽ ഘടവസ്ഥയിൽ നിന്നും സുരാജു തമാശകൾ ഇത് എന്തായിരുന്നു? ഇത് മലയാളം ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു അവതരണമായിരുന്നു. ഞെട്ടിപ്പോയി. ഓക്കെ, എങ്ങനെ ഇവിടെ എത്തിയത്? ഭൂപട വഴിയോട് ചോദിച്ചു. ഭൂപട വഴിയോ? ഭൂപട വഴി? ഗൂഗിൾ മാപ്പ്. അഗ്നിപർവതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു. പഠിച്ചല്ലേ രാക്ഷസൻ. അങ്ങനെ ഭൂപട വഴിയോട് ചോദിച്ചു. ആ പെൺകുട്ടി കൃത്യമായിട്ട് എത്തിച്ചോട്ടെ. ഇവിടെ ലോകത്ത് വഴിതെറ്റിക്കാതെ കറക്റ്റ് കൊണ്ട് എത്തിക്കുന്ന ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഗൂഗിളിൽ ആ പെണ്ണാണ്. ആ പെണ്ണിന്റെ പേരറിയോ? സരിത. ഞാൻ വന്നതിന്റെ ഉദ്ദേശം അങ്ങോട്ട് പറയാമല്ലോ. എന്റെ പുതിയ കവിതാ സമാഹാരം, അതിന്റെ ഒരു അവതരണം, അതിന്റെ ഒരു അഭിപ്രായം, ഒരു ആശംസ സുരാജ് പറയണം. ഓക്കെ, ആശംസ പറയണം. അതെ. എന്തായിരുന്നു കവിതാ സമാഹാരത്തിന്റെ പേര്? കവിതാ സമാഹാരത്തിന്റെ പേര് പതനം. അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ? അല്ല, ആ പതനത്തെ കുറിച്ച് സുരാജ് പറയുകയാണെങ്കിൽ അത് പിന്നീട് പുസ്തകമായിട്ട് ഇറങ്ങുമ്പോൾ വായനക്കാർ ധാരാളം ഉണ്ടാവും, സാമ്പത്തിക മെച്ചം എനിക്കുണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് ഒപ്പിയെടുത്തേക്കട്ടെ. ഓക്കെ. ജനങ്ങളെല്ലാം വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പതനം, ആ പതനത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും അശ്വതിയുടെയും അതുപോലെ തന്നെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആശംസ ഈ പതനത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു. പതനം എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ പതനം എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ. വളരെ നന്ദി. എനിക്ക് പ്രത്യേകിച്ച് ഈ കവികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ആരാധിക്കുന്ന ഒരാളാണ്. പിന്നെ അതിന്റെ വളർച്ചയുണ്ടല്ലോ. അതെ, നമ്മുടെ ജി ശങ്കരകുറുപ്പ് സാറിന്റെ പിന്നെ 1500ഓളം പേജുകളുള്ള ഒരു കവിതാ സമാഹാരം, അതിന് ശരിക്കും ഓടക്കുഴൽ അവാർഡ് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ പൊതുവെ ഓടക്കുഴൽ അവാർഡ്. ഇതാണ് കുഴപ്പം. അത്രയും കഷ്ടപ്പെട്ട് 1500ഓളം പേജുള്ള കവിത എഴുതി വെച്ചിട്ട് ഈ സമൂഹം തിരിച്ചു കൊടുത്തത് ഒരു ഓടക്കുഴൽ. എന്തൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ട്രോഫി വാങ്ങിച്ചു കൊടുക്കാമായിരുന്നില്ലേ? ഓടക്കുഴൽ എന്ന് പറയുന്നത് അതൊരു വലിയ അവാർഡ്, അംഗീകാരമാണ്. ഒരു PVC പൈപ്പിൽ 7 തുളയിട്ട് ഇതല്ലേ? ഏതായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കായിട്ട് എന്റെ ഒരു കവിത ഞാൻ സമർപ്പിക്കാം. ശരി. കൊമ്പ് കുലുക്കും പശുവമ്മ, വാലിട്ടാട്ടും പശുവമ്മ, പുല്ലു തിന്നും പശുവമ്മ, പാല് തരുന്നൊരു നല്ലമ്മ. കൊമ്പുണ്ടല്ലോ രണ്ടെണ്ണം, കൊമ്പുണ്ടല്ലോ രണ്ടെണ്ണം, കാലുണ്ടല്ലോ നാലെണ്ണം, അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ, വാല് മാത്രം ഒറ്റർണം. ഒറ്റൊരെണ്ണം തന്നാലുണ്ടല്ലോ, നിങ്ങളിപ്പോ ഇറങ്ങി പോകുന്നില്ല. മനുഷ്യന് മെനക്കെടുത്താൻ കൊച്ചു കുട്ടികളെ പാട്ടൊക്കെ എടുത്ത് വാലുണ്ടല്ലോ രണ്ടെണ്ണം അതൊക്കെ പറഞ്ഞു. ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് കടിച്ചാ പൊട്ടാത്ത വാക്ക്. ഇത് തരുവോ? ഇത് ഞാൻ എന്റെ മിഠായി കഥയിൽ എടുത്തിരിക്കുന്നു. ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കേരള ഒന്നും വേണ്ട. ഇപ്പോ റിലീസാകാൻ പോകുന്ന പ്രശസ്ത സംവിധായകൻ VM ബിനു സാർ സംവിധാനം ചെയ്ത കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമയല്ല കുട്ടിമാമ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ദുർഗ കൃഷ്ണ ആൻഡ് മഞ്ജു സുനിച്ച.
പറയൂ ദുർഗ, എന്താ കുട്ടിമാമയുടെ വിശേഷം. കുട്ടിമാമ എന്ന് പറയുന്ന ശ്രീനികളാണ് കുട്ടിമാമ എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. തള്ളോട് തള്ളാണ്. പക്ഷെ എന്നാ ഈ തള്ളിന്റെ ഇടയിലാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ട്രാജഡീസും അങ്ങനെയൊക്കെ പോകുന്ന ഒരു കഥയാണ് കുട്ടിമാമ. ഇവരുടെ സീരിയലിന്റെ ആരാധകനാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെല്ലാരും വരുന്ന അതെ നമ്മളെല്ലാവരും പടത്തിന്റെ ഒക്കെ ഞാൻ കണ്ടിട്ട് വിളിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് വരുന്നത്, സിനിമയിലേക്ക് വരുന്നത്. പിന്നെയാണ് സിനിമയിലേക്ക് നല്ല വെട്ടത്തിലോട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നോ? എന്തൊക്കെയാണ് പറയാനുള്ളത് കുട്ടിമാമയിലെ കഥാപാത്രത്തിൽ? ഇതുവരെ ഞാൻ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങള് ഒന്നല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തല്ലിടിക്കണം, അല്ലെങ്കിൽ ആരോ അങ്ങനെ പൈപ്പും ചുവട്ടിൽ പോയി വെള്ളം എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ തറ തുടയ്ക്കണം. ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു പാവം അമ്മയാണ്. എനിക്ക് ഭയങ്കര പാടായിരുന്നു അങ്ങനെ പാവമായിട്ട് അഭിനയിക്കാൻ. കാരണം എന്റെ മുഖത്ത് കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു റോള് ചെയ്തിട്ടില്ല. അപ്പോൾ മുന്തിരിവള്ളികളിലാണെങ്കിലും കോമഡി ആയിരുന്നു അത്. അതെ. അപ്പൊ അങ്ങനെ അല്ലാതെ ചിരിപ്പിക്കാത്ത ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ സ്ത്രീയുടെ ഇന്നസെൻസ് കൊണ്ട് എവിടെയെങ്കിലും ചിരിച്ചാലായി. സാധാരണ നമ്മുടെ നടിമാരെല്ലാം, മലയാളത്തിലെ നടിമാരെല്ലാം ഇവിടെ ഒരു സിനിമ ഹിറ്റായി ഗംഭീരമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല, നേരെ തെലുങ്ക്, തമിഴ് അങ്ങനെയൊക്കെ പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മലയാളത്തിലൊന്ന് പിടിച്ച് കയറട്ടെ, എല്ലാരും അങ്ങോട്ടൊക്കെ പൊക്കോട്ടെ, നമ്മളിവിടെ നിൽക്കാതെ ആരെങ്കിലും വേണ്ടേ. ദുർഗ നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്ത് പറ്റി? ഇവിടെ ഉള്ള നടിമാരൊക്കെ തമിഴിലെ തെലുങ്കിലൊക്കെ പോണേ. സ്റ്റാർ ഓൺലൈൻ എന്നുള്ള അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് കുറച്ച് സമയം വിശ്രമിക്കാൻ. ടിക്ടോക്കിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ചിരി നിറയ്ക്കുന്ന ഒരുപാട് വീഡിയോസിലൂടെ ആ കുടുംബം ഒന്നടങ്കം ഇപ്പൊ വീണ്ടും ഒന്നും കൂടെ പോപ്പുലർ ആയിരിക്കുകയാണ്. വളരെയധികം അഭിമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷാജു ശ്രീധറും അദ്ദേഹത്തിന്റെ കുടുംബവും. നമസ്തേ. ഹലോ. ഓ ഹലോ അങ്കിൾ, സന്തോഷായി. കൂട്ടുകാരന്റെ അതെ അതെ തീർച്ചയായും എന്താ വിളിക്കുന്ന ആളെയാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മകളാണ്, മൂത്ത മകൾ നന്ദന എന്നാണ് പേര്. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, എവിടെയൊക്കെ പ്രശസ്തിയാന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഇവര് ഒരുമിച്ച് കുടുംബത്തോടു കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ടിക്ടോക്ക് പറയണ. ആദ്യം നമുക്ക് ആ വീഡിയോസ് കാണണം. എന്താണെങ്കിലും ഓക്കെ, വീഡിയോസ് വരുന്ന പ്രൗഢഗംഭീരമായ താരമാങ്കമണം മണങ്കാമണം മങ്കണം മങ്കാമഹോ നാക്കുളുക്കുന്നു പട്ടി കുറിഞ്ഞോളൂ. ഇത് അദ്ദേഹത്തിന്റെ ഇളയ കുട്ടിയാണ്. ഇളയാള്. എപ്പോഴാണ് ഈ കമ്പം തോന്നിയത്? ആക്ച്വലി ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത് ടിക്ടോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ അനിയത്തിക്ക് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് തോന്നി. പിന്നെ അച്ഛൻ ചുമ്മാ ഇരിക്കണുണ്ടപ്പോ അച്ഛനെ ഞങ്ങള് കൂടെ കൂട്ടി. ഇത് മോളെ കൊണ്ട് പറയിപ്പിച്ചതാണോ? അല്ല, അതിലൊരു പോയിന്റ് ഉണ്ട്. അച്ഛൻ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് 25 വർഷമായ സിനിമ എന്നെ കാണുമ്പോൾ ടിക്ടോക്കിലെ ആളല്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് മോണോ ആക്ടില് ഫസ്റ്റ് പ്രൈസ് നേടി വീണ്ടും അഭിനയിക്കാൻ അറിയാവുന്ന കൊച്ചിൻ ഹൈനസിൽ ഒരു മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ അതിൻ്റെ കാസറ്റും ഇതെല്ലാം എടുത്തിട്ട് കണ്ട് ഞെട്ടിപ്പോയി. തനി മോഹൻലാലാണ് ഇറങ്ങി വരുന്നത്. അതാണ് ഷാജു അണ്ണൻ. പിന്നീട് ഹൈനസ് ഷാജു എന്നുള്ളത് മാറി മോഹൻലാൽ ഷാജു ആയി. ഓക്കെ, ഇപ്പൊ എന്താണ് വിളിക്കുന്നത്? പാലക്കാട് ഷാജു എന്നുണ്ട്, ഇടയ്ക്ക് ഷൈജു, ചില ഉദ്ഘാടനത്തിന് മുമ്പ് ഷിജു. ആദ്യം കൂടെ കൺഫ്യൂഷൻ. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഷാജു അണ്ണ, നമുക്ക് ആ പഴയ മിമിക്രിയിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായും. കൂടും കൂട്ടമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ എന്നെ ഗോളിയാർ ലഭിച്ചു. മിയാറ്റാൻസിന്റെ ഗോളിയാർ, ഖുറാനകളുടെ ഗോളിയാർ. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് കയറിയത്
ഒരു സിംഹത്തിന്റെ മകൾ. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു തന്റെ ഓട്ടക്കേശയിൽ എന്തുണ്ട്? സഫറോं की जिंदगी जो कभी नहीं खत्म हो जाता. ശംഭൂ മഹാദേവ. തിക്കൃഷി സാറിന് അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഷാജുണ്ണൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. തിക്കൃഷി സാറിൻ്റെ കൃഷി സാറിന് ഇങ്ങനെ സിനിമകളിലൊക്കെ കഥയുടെ ടേണിംഗ് പോയിന്റ് സമയത്ത് ഒരു വഴിത്തിരിവ് ആവുന്ന സമയത്ത് വന്ന് കയറിയിട്ട് ഇദ്ദേഹം ഒരു ഫ്ലാഷ് ബാക്ക് കഥ പറയും. കഥ പറയുമ്പോൾ മക്കളുടെ ഒരു കഥയായിട്ട് ഭാര്യയും മക്കളുടെ കഥകൾ പറയുമ്പോൾ നമ്മൾ സാറിന് മനസ്സിലാവാം. പക്ഷെ ഇദ്ദേഹം പറയുമ്പോൾ മനസ്സിലാവാറില്ല. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കും. എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവന്റെ പേര് ദുഷ്ടൻ, രണ്ടാമത്തെ മകളുടെ പേര് ദുഷ്ടി, മൂന്നാമത്തെ മകളുടെ പേരാണ് ദുഷ്ടൻ. ഇതെല്ലാം ഒരു പേരാണല്ലോ. എല്ലാം ഏകദേശം ഒരേ പേര് തന്നെയായിരിക്കും. അപ്പൊ ഇദ്ദേഹം തന്നെ സിനിമകളിൽ പണ്ട് പാണനായിട്ട് അഭിനയിക്കും. പാണനായിട്ട് അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഈ പുത്തൂരൻ തറവാടിന്റെ ഇത് പാടി വരുമല്ലോ, വിശ്വാസ പാടിയ പാട്ടായിരിക്കും. അപ്പൊ ഈ പാടുമ്പോ ഇടയ്ക്ക് പാടൻ എങ്ങോട്ടാണ് ചോദിക്കാം. ഞാൻ ചോദിക്കാം. ആദ്യ പാട്ടാണ് അഭിനയിക്കുക പുള്ളി. പുത്തൂരൻ വീട്ടിൽ ജനിച്ചോരല്ല പാണൻ എങ്ങോട്ടാ? ഞാനൊന്ന് പുത്തൂരൻ തലവാടി വരെ പോകണം. അത് മാത്രം ഈ സൗണ്ട് ബാക്കി വിശ്വാസം. പതുക്കെ 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 പതുക്കെ. ഗർഭിണിയാന്ന് പറഞ്ഞു ഷോക്ക് ഒബ്സർവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എന്താ കണ്ടില്ലേ, ഗർഭിണിയാണ്. സിരാജേ, കൺഗ്രാജുലേഷൻസ്. ആള് ഗർഭിണിയാണെങ്കിൽ എനിക്കിങ്ങനെ അഭിനന്ദനം പറയും. ഞാൻ എന്റെ സന്തോഷം കണ്ടങ്ങ് പറഞ്ഞതാ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ എന്നെ പരിചയമില്ലല്ലോ. ഓക്കെ, വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്റെ കൊച്ചിന് പേരിടണം അല്ലേടി. ഓക്കെ, അതെന്തായാലും നല്ല ഒരു കാര്യമാണ്. എന്റെ കൊച്ചിനെ പേര് കേട്ടാൽ മുള്ളണം. പേര് കേട്ട് കഴിഞ്ഞാൽ മുള്ളണം. മുള്ളണം. അങ്ങനെയാണെങ്കിൽ നല്ല പേരുണ്ടല്ലോ. ഏതാ? കംഫർട്ട് സ്റ്റേഷൻ. പേര് കേൾക്കാൻ നമുക്കത് ഇങ്ങനെ ആരെങ്കിലും അങ്ങോട്ട് പോകുന്ന കണ്ടാൽ തന്നെ അതല്ല, തുള്ളി വിറക്കണമെന്ന്. വിറയ്ക്കണം പേര് കേട്ടാല്. അങ്ങനെയാണെങ്കിൽ നിപ്പ വൈറസ് ഒന്നിടാം. പിള്ളേർക്ക് ആരെങ്കിലും പേരിടൂ. അത് പേടിയാവൂരില്ലേ? അപ്പൊ അത് വേണ്ട. എന്റെ കൊച്ചിന് വെറൈറ്റി ആയിട്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ രണ്ടുപേരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ എടുത്തു വെച്ചാൽ. അത് ശരിയാവില്ല ഏട്ടാ, അത് ശരിയാവില്ല. എന്റെ പേര് മഹേഷ്. മഹേഷ്. ഇവക്കടെ പേര് കൃതിന്നാ. അപ്പൊ എന്റെ കൊച്ചിനെ ഞാൻ മാക്രീന്ന് വിളിക്കണം. പക്ഷെ അനീഷ് എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എന്റെ കൊച്ചിനെ ആക്രീന്ന് വിളിക്കണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് പേരിടാനാ പരിപാടി? പേരിടാൻ എന്ത് പേരെ? എന്നാ പിന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. ഇത് കരയാണോ എന്നെ വീണ്ടും പ്രേരിപ്പിക്കുകയാണോ? നല്ലൊരു പേര് കണ്ടുപിടിച്ച് വെച്ചേക്കണേ. വെച്ചേക്കാം. നല്ലൊരു പേര് കണ്ടുപിടിച്ച് വെച്ചേക്കണേ. ഇത്രയും സ്നേഹിച്ച് കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പോയി കാണാം. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത. അയ്യോ, എനിക്ക് പ്രസവിക്കണ്ടായേ, എനിക്ക് പ്രസവിക്കണ്ടായേ, എനിക്ക് പ്രസവിക്കണ്ടായേ. എന്തോ? എനിക്കിപ്പൊ പ്രസവിക്കണ്ട. പ്രസവിക്കണ്ട, പിന്നെ കക്കിയിടാനാണോ ഉദ്ദേശം? അല്ലേ, എനിക്ക് ഇപ്പൊ പ്രസവിക്കണ്ടാന്ന്. ഇപ്പൊ പ്രസവിക്കണ്ട, പിന്നെ എപ്പോഴാ ഇനി പ്രസവിക്കുന്നേ? 2 ദിവസം കഴിഞ്ഞ് പ്രസവിച്ചാ മതി. അതെ, 2 ദിവസം കഴിഞ്ഞ് മാറ്റി വെക്കാൻ ഇത് കല്യാണോ പെരവാസ്തോലി ഒന്നും അല്ല, പ്രസവമാണ്. പെയിൻ വരുന്നുണ്ടോ? പെയിൻ വരുന്നുണ്ടോ? അയ്യോ, ഈ മുറിക്കകത്തിരുന്ന് ഞാൻ എങ്ങനെ കാണാനാ പ്ലെയിൻ വരുന്നുണ്ടോന്ന്? എന്നെ ഒന്ന് വെളിയിൽ കൊണ്ടോ, ഞാൻ പറയാം പ്ലെയിൻ വരുന്നുണ്ടോന്ന്. അയ്യോ, സൗണ്ട് കേൾക്കുന്നുണ്ട്, പ്ലെയിൻ അങ്ങാണ്ടൂടെ പോകുന്നുണ്ട്. അതല്ല, പെയിൻ വരുന്നുണ്ടോ? വേദന. വേദന വന്നും പോയി ഇരിക്കുന്നു. അയ്യോ പെണ്ണെ, നീ ഇത് എങ്ങനെയും ഒന്ന് വെളിയിലെടുക്ക്. ഗർഭിണിയാന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല. പെണ്ണേന്നൊന്നും എന്നെ വിളിക്കരുത്. എനിക്ക് നല്ല ഒന്നാന്തരം ഒരു പേരുണ്ട്. എന്തോ പേര്? സ്നേഹ മരിയ ഡിക്രൂസ മാക്രോണി. അത് പറയുമ്പോഴത്തേക്ക് ഞാൻ പെറും. അത് പറയുമ്പോഴത്തേക്ക് ഞാൻ പെറുവെന്ന്. നിങ്ങളൊന്ന് അടങ്ങി എനിക്ക് പ്രസവിക്ക്. സിസ്റ്ററെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ആണാന്നോ പെണ്ണാന്നോ എന്ന് എങ്ങനെ അറിയാം? അത് എളുപ്പമല്ലേ, നിക്കറൂരി അങ്ങ് നോക്കിയാ പോരെ. അല്ലേ, വയറ്റിൽ കിടക്കുന്ന
കൊച്ചിന്റെ നിക്കറൂരി എങ്ങനെയാ നോക്കുന്നേ? ചോദിക്കില്ലേ? ലിംഗനിർണയം ശിക്ഷാർഹമാണ്. അപ്പൊ നിക്കറൂരി നോക്കുന്ന ശിക്ഷാർഹമാണോ? ഓ അതല്ലോ. പിന്നെ ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ലിംഗനിർണയം ശിക്ഷാർഹമാണ് അല്ലേ? അതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഞാൻ ശ്രമിച്ചാലൊന്നും നടക്കത്തില്ല. ഒന്ന് പോയ ഡോക്ടറെ. വേദനയാണോ? വേദന. എനിക്ക് വയ്യ. ഒരു കാര്യം ചെയ്യാം. ടെൻഷൻ കൊണ്ടായത്. ഈ ടെൻഷൻ വരുമ്പോ ഞാനുണ്ടല്ലോ എന്നെ തന്നെ കൂളാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താ പരിപാടിയാ? ടിക്ടോക്ക്. ടിക്ടോക്ക് കളിക്കാരിയാണോ? പിന്നെ ടിക്ടോക്കിൽ ഞാൻ രാജ്ഞി. എനിക്കുണ്ടല്ലോ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഫോളോ ചെയ്യുന്നോണ്ടല്ലേ ഞാൻ വൈറലായത്. എന്നെ ഒറ്റ ഒരുത്തനെ ഫോളോ ചെയ്തോളൂ, അങ്ങനെ എന്റെ വയറ്റിലായത്. ഇപ്പൊ എന്ത് ചെയ്യണം ഞാനേ? പതിയേനെ അങ്ങ് ഇറങ്ങി നിന്നോ. അയ്യോ നമ്മേ, അയ്യോ വീടല്ലേ. അല്ല സിസ്റ്റർക്ക് അത്രയ്ക്ക് ബോധമില്ലേ? ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന പെൺകുഞ്ഞിനെ ഇവിടുത്തെ തുള്ളിച്ചാടിച്ചാൽ ഗർഭപാത്രം ഒരു താഴെ വീണ് പൊട്ടിപ്പോയാൽ ആര് സമാനം പറയും? ഇത് താഴെ വീണ് പൊട്ടിപ്പോ മൺകലകാനുമാണോ? അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാകാ? അയ്യോ ഞാൻ പോത്തൻ. കണ്ടിട്ട് ചിമ്പാൻസി പോലുണ്ടല്ലോ. എനിക്കല്ലേ എടി പോത്തൻ, നിന്റെ ഡോക്ടറാണ്. അയ്യോ പോത്തൻ കറിയാ. നോക്ക്, സൂക്ഷിച്ചു നോക്ക്. മനസ്സിലായോ? മനസ്സിലായി. കുട്ടിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ ഡോക്ടർ? ഞാൻ കുറച്ച് സമയം മുമ്പ് കുട്ടിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ചു. കൺഗ്രാറ്റുലേഷൻ, കുട്ടിയുടെ വയറ്റിൽ 2 കുട്ടികളുണ്ട്. അയ്യോ എനിക്കൊരു ഒറ്റ ഭർത്താവേ ഉള്ളൂ. ഒരു കൊച്ചിന്റെ ഉത്തരവാദിത്തം മാത്രമേ എന്റെ ഭർത്താവ് ഏക്കത്തുള്ളൂ. അയ്യോ എന്ന് പറഞ്ഞാൽ മറ്റേ കൊച്ചപ്പോ മറ്റേ കൊച്ചു ഡോക്ടറെ ഏക്കണം. എനിക്ക് അങ്ങനെ പിന്നെ ഡോക്ടറല്ലേ എന്നോട് വന്ന് പറഞ്ഞു ഡോക്ടറെ ഏക്കണം. സമ്മാനപ്പെടും. കുട്ടിയുടെ ഉത്തരവാദിത്തം ഒരു കുട്ടിയുടെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം, എന്താ? ആളുകൾ വിശ്വസിക്കില്ല, കാരണം എനിക്ക് കുട്ടികളുണ്ടാവില്ല. ചുമ്മാ ഡോക്ടർ കള്ളം പറയല്ലോ കേട്ടോ. എന്റെ 2 മക്കളാണ് നേരെ, എനിക്ക് പിള്ളേരുണ്ടാവത്തില്ല. ഇപ്പൊ മക്കളെ പിടിച്ച് ആണ ഇട്ടതോ ഡോക്ടർ? ആക്ച്വലി എന്റെ കാര്യത്തിലാണ് ചെറിയൊരു കോംപ്ലിക്കേഷൻ. വൈഫിന് നോ പ്രോബ്ലം. അങ്ങനെയാണ്. അയ്യോ ഡോക്ടർ ഇതിനെ എങ്ങനെയാണ് പുറത്ത് എടുക്കും ഡോക്ടറെ? ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിങ്ങ് പുറത്തോട്ട് തന്നാലേ എടുത്ത് എനിക്ക് ബെഡ് വെച്ച് തരാൻ പറ്റും. അയ്യോ എനിക്ക് ഞാൻ പണ്ടേ മെയ് ഇടങ്ങി പണി ചെയ്യാത്തോളെ. എനിക്ക് ഇതൊന്നും വയ്യ പോടും. കരയാതെ വിഷമിക്കാതെ. എനിക്ക് വേദന എടുക്കുന്നു. വേദന എടുക്കും, കാരണം കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, പ്രസവിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഓരോരുത്തിമാരെ മേലാൽ ഈ പ്രസവ അണ്ണത്തിൽ കയറ്റിവിട്ട് പോരുത്. ഡോക്ടർ ഡോക്ടർ 10ാം വാർഡിലെ സൂസി പ്രസവിച്ചു പെൺകുട്ടിയാണ്. വെരി ഗുഡ്. എന്റെ ഒരു ആശംസ അറിയിക്കുക കുട്ടിയെ കേട്ടോ. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ കൊച്ചിന്റെ അച്ഛനെ ഒന്ന് കേട്ടി കാണിച്ചാ കൊള്ളാന്നുണ്ട്. നിയമ തടസ്സമില്ലല്ലോ, കുട്ടിയുടെ അച്ഛനെ കയറ്റി കാണിച്ചോളൂ. അല്ല അപ്പൊ അവര് പറയാനേ കൊച്ചിന്റെ അച്ഛനെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ പുറത്ത് നിൽക്കണ അവരുടെ ഭർത്താവ് അറിയരുതെന്ന്. അത്ര അയ്യോ ഒരു കാര്യം ചെയ്യും, ആ സൂസിയോട് ചെന്ന് പറ കൊച്ചിന്റെ അച്ഛൻ ചത്തുപോയെന്ന് പറ. അല്ലേ അവളോട് ചെന്ന് പറ. ഡോക്ടർ വേറെ പ്രശ്നമുണ്ട്. എന്താ എനിക്ക് എമർജൻസി. എന്താ നിങ്ങളോടല്ല അവിടെ ഇരിക്കുക, ഡോക്ടറോടല്ലേ. എമർജൻസി. ഈ എലിപ്പനി ബാധിച്ച് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൊടുക്കണം? ഒരു കാര്യം ചെയ്യും, ഒരു കഷ്ണം കപ്പയും ഒരു തേങ്ങാപ്പൂളും അവന്റെ വായി വെച്ച് പോകണം. തേങ്ങാപ്പൂള എവിടുന്ന്? എത്ര വർഷമായി എന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കുട്ടിക്ക്? ഇതുവരെ എലിപ്പനി പിടിച്ച ഒരു രോഗി എന്താ കൊടുക്കണമെന്ന് അറിയാൻ പാടില്ലേ? തോന്നിയാസം കൊണ്ട് നടക്കുന്നു. ആ അലമാരിക്കത്തിരിപ്പില്ലേ, ആ ചെറിയ കുപ്പിയിലെ ആ മഞ്ഞ കുളിയും ആ റോസ് വെള്ളം എടുത്ത് കൂടെ. അല്ല റോസ് വെള്ളം തീർന്നു പോയി. എന്നാ ഒരു കാര്യം ചെയ്യും, ചെറിയ എലിവേഷം മേടിച്ച് അവന്റെ അണ്ണാക്കി വെച്ചോട്. അവൻ ചത്തു പറഞ്ഞ് മണ്ണടിച്ച് പോട്ടാ കാര്യം. ആവശ്യമില്ലാത്ത ഇതിന്റെ തന്നെ വിളിച്ചല്ലോ. ശരി, തനിക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? തനിക്ക് ഈ പ്രസവിക്കാൻ കിടക്കുന്ന കൊച്ചിന് കട്ടൻ ചായ മേടിക്കാനല്ലോ തന്റെ ഫ്ലാസ്ക് ഒന്ന് വിട്ടെ. എന്നിട്ട് പിന്നെ താങ്ങാ ഫ്ലാസ്കിനകത്ത് കട്ടൻ ചായ മൊത്തം കുടിച്ചു തീർത്താ? കട്ടൻ ചായല്ലേത്, പിന്നെ പൈൻ്റ് ഒഴിച്ചു വെച്ചേക്കോ അതിനകത്ത്. ചിലപ്പോ ബണ്ണ് ഈ ബണ്ണിനകത്ത് മുക്കി തിന്നുവാ. ഈ ബണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഒരു ഗ്ലാസ് അടിക്കുമ്പോ ഇത് 3 ഗ്ലാസ് അടിക്കുന്നത്. ഇത് ആരോടെ പറയും?
തന്റെ തമാശയും കളിയൊക്കെ വിട്ടോണം നീ വാ. ഞാൻ ഇനി തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാം. എങ്കിൽ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. തന്നെ ഇപ്പൊ ഞാൻ അകത്തോട്ട് വിളിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലായോ? ഞാൻ പുറത്തു നിന്നുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? പുറത്തു നിന്ന് തന്നെ പുറത്തുനിന്ന് ഞാൻ അകത്തോട്ട് വിളിപ്പിച്ച് എന്തിനാന്ന് തനിക്ക് മനസ്സിലായോ എന്ന്? ഞാൻ അകത്തില്ലാത്തോണ്ട് ഒറ്റ അഴിയാടിച്ചോണ്ടല്ലോ ചൗക്കൻ. ഈ കോട്ടൂല മഹാ തെറ്റാണ് ഞാൻ ഓട്ടിട്ടാലും ചെറ്റയാ. കിടക്കട്ടെ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. എന്നെ തല്ലൂന്ന് പറഞ്ഞാണല്ലോ ചേട്ടമുട്ടിന്റെ ആണല്ലോ ചുടുകെട്ട വെച്ചാൽ ഒറ്റ അടി അടിച്ചാൽ നീ 3 മാസത്തേക്ക് ബാത്റൂമിൽ ഗുണ്ട ഓട്ടോത്തല്ല കേസ് വേറെ ആണല്ലോ. എന്നാ പോലെ കറിയൊക്കെ അതെ ഇങ്ങനെ പറയുന്നത് എടോ തന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചെന്തെന്നറിയാമോ? തന്റെ ഭാര്യ ഞാൻ പറഞ്ഞിട്ട് പ്രസവിക്കുന്നില്ല. അവള് ഇതുവരെ പറ്റില്ലേ? എവിടുന്ന് എന്നാ പ്രസവിക്കാത്തെ? എനിക്ക് പ്രസവിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ചോദിക്കട്ടെ. അത് ചോദിക്കാൻ താനാരെ? താൻ എവിടെ? ഇയാൾ എന്നെ എവിടെ? ഞാൻ പോത്തം കറിയാ. നീ പോത്ത് കറിയാണെങ്കിലും പോട്ടിക്കറിയാണെങ്കിലും എനിക്ക് വിഷയമല്ല. നീ എന്നാ എന്റെ പെണ്ണുമ്പിളോടെ പ്രസവിച്ച് കിടക്കാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് നീ എന്തിനാ ഒരു പരപുരുഷനോട് കയറുന്നത്? സുഹൃത്തെ പറയുന്ന മനസ്സിലായി. ഞാൻ ഇവിടെ നിന്നാലേ കാര്യങ്ങൾ നടക്കൂ. നീ അവിടെ കയറി അവിടെ കയറിയിട്ട് 5-ാം നമ്പർ ബോളും വയറ്റിൽ വെച്ച് കയറി. അല്ലെ ഡോക്ടറാണ് ഞാൻ. ഡോക്ടർ പോത്തം കറിയാ. ഞാൻ ഇവിടെ നിന്ന് നോക്കിയാലേ പ്രസവം നടക്കും. നീ അങ്ങനെ നോക്കി പ്രസവിപ്പിക്കണ്ട. അല്ല ഞാൻ അങ്ങനെ എല്ലാവരും കാണിച്ചു നോക്കട്ടെ. നീ ഡോക്ടറല്ലേ? നിനക്ക് വിദ്യാഭ്യാസമല്ലേ? ഉണ്ട്. മാന്യതയല്ലേ? ഉണ്ട്. നിന്റെ പെണ്ണുമ്പോൾ ഇവിടെ പ്രസവിക്കാൻ കിടക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഇങ്ങനെ നോക്കി നിനക്കത് ഇഷ്ടപ്പെടും. അങ്ങനല്ലേ ഞാൻ ഇവിടെ നിൽക്കാതെ ഞാനിവിടെ നോക്കിയേക്കണേ വേണം. ആ വിജാഗിരിയുടെ ഓട്ടക്കടെ ഉള്ളിക്കടെ ഞാൻ നോക്കി കഴിഞ്ഞാൽ നിനക്ക് സഹിക്കോ? സഹിക്കോ? ഇല്ല അല്ല. പിന്നെ ഞാൻ അല്ല അല്ല അതെ അതല്ല അത് കാരണം തെറ്റന്റെ ഭാഗത്താ. പുള്ളി പറഞ്ഞ ന്യായമാണ്. ഞാൻ എന്തിനാ അന്യപുരുഷന്റെ ഭാര്യ പ്രസവിച്ച് ഇവിടെ വന്നിരിക്കുന്നു? ഡോക്ടർ നോക്കിയാലേ ഇവിടെ നടക്കുള്ളൂ. പൊട്ടക്കണാപ്പി ഞാൻ നോക്കിയാലോ പ്രസവം നടക്കും. നീ എന്നെ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഇതിന് ഞാൻ സമ്മതിക്കില്ല. കണ്ണും മൂക്കൊക്കെ അടച്ചു പൊട്ടിക്കോ. ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ ഞാൻ ഇവിടെ പ്രസവിപ്പിച്ചോളാം. എടോ താര് കാര്യം മനസ്സിലാക്കണം. ആയിരക്കണക്കിന് പ്രസവം എടുത്ത കൈകളാ എന്റെ ഇത്. കൈകൾ ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം. തന്റെ പെണ്ണുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കല്ല എന്റെ മട കയറാൻ വരാതെ. പ്രസവിക്കുന്ന കാര്യം അതിന് ടെൻഷൻ ഉണ്ടാക്കും കൊച്ചിനെ. അപ്പൊ കൂടെ ഇന്ന് സാന്ത്വനിപ്പിക്കണം, ഒരു ധൈര്യം കൊടുക്കണം. നിന്റെ സന്തോഷത്തിന് ഞാൻ എന്തായാലും വിലങ്ങുതടിയാവുന്നില്ല. എടി നമ്മുടെ അമ്മയില്ലേ, അതായത് എന്റെ അമ്മ നിന്റെ അമ്മായിയമ്മ ഇന്നലെ കിണറ്റിന്ന് വെള്ളം കോരാൻ വേണ്ടിട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോ കാല് തെറ്റിയിട്ട് ഈ എളിയല്ലുണ്ടല്ലോ മേളിൽ കയറി ഇങ്ങനെ കഷ്ടത്തിന്റെ മേളിൽ കയറിയിരിക്കാൻ 3ാമത്തെ ബെഡേൽ കിടക്കുക മേളത്തെ നിലയില്. ഒരുപാട് ഇടപ്പം കാണിച്ചത് തന്നോട് ഞാൻ എന്നെ പറഞ്ഞ സന്തോഷമുള്ള കാര്യം പറഞ്ഞ അതിനെ ചിരിപ്പിക്കാനല്ലേ, പിന്നെ അതിനെ കരയിപ്പിച്ച എന്തിനാ ഇപ്പോ? ലോകത്തിലുള്ള എല്ലാ മരുമക്കളും ഉണ്ടല്ലോ, അമ്മായിമ്മയ്ക്ക് ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സന്തോഷം അവർക്ക് അതാ. ദേ കണ്ടോ ആ കയ്യൊന്ന് മാറ്റിയടി. അത് ശരി. എല്ലി കയറി ഇവിടെ നിൽക്കുവാടി. ഡോക്ടറെ ആ പെണ്ണുമ്പളുണ്ടല്ലോ കൊറേ ഇട്ട് പാടുപെടുത്തിയാന്നേ. വീട്ടിലൊരു ഫ്രിഡ്ജില്ല, മിക്സിയില്ല, അമ്മേ ടി വി ഇല്ല, ഒന്നുമില്ല ഡോക്ടറെ. ഒരു അല്ലല്ല യാതൊരുമായിട്ടുള്ള യന്ത്രോപകരണങ്ങളൊന്നും എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ കല്ലേല് ചമ്മന്തി എറിഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് ഇഷ്ടം. കല്ലേല് ഇങ്ങനെ തുണി അലക്കണതിന് എനിക്ക് ഇഷ്ടം. കുക്കറിനകത്ത് കഞ്ഞി വെക്കണം എനിക്ക് ഇഷ്ടമല്ല. കടത്തിൽ ഇങ്ങനെ വിറക് കത്തിച്ച് കഞ്ഞി വെക്കണതാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ആധുനികമായിട്ടുള്ള ഒരു ഉപകരണങ്ങളും ഞാൻ വീട്ടിൽ ഉപയോഗിക്കാറ്. അല്ലാതെ നിനക്ക് പണിക്ക് പോയി 10 പൈസ ഉണ്ടാക്കി ഈ പുല്ലെല്ലാം കൂടെ മേടിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല. അതെ, താനൊന്ന് സൈൻ ചെയ്യണം. അതിനൊപ്പണേ. അതായത് ഈ കുട്ടി കുറച്ച് ക്രിട്ടിക്കലാണല്ലോ, അപ്പൊ ആ കൊച്ചിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് ഒപ്പിടണം. ആണോ? ഈ കൊച്ചിന്റെ ഉത്തരവാദിത്വം എന്നോട് ഏറ്റെടുക്കാനാണ് ഇവര് പറയണത്. അത് സംശയം ഉണ്ടായിട്ട് ചോദിക്കുമല്ല, സംഭവം എന്റെ തന്നെയല്ലേ? ഇത്രയും കാര്യമുള്ളൂ. സിസ്റ്റർക്ക് അങ്ങനെ എന്താ കാര്യമുള്ളൂ, ഒരു കുരിശങ്ങ് വരച്ചിട്ട് ഒരു വട്ടം, ഇതാ എന്റെ ഒപ്പ്. ഇനിയിപ്പോ നമ്മൾ വെച്ച് താമസിച്ചിട്ട് കാര്യമില്ല. ഇത് ഭർത്താവാണെന്ന് അറിയണം കാര്യങ്ങൾ. നിങ്ങൾ എന്തായാലും ഭർത്താവാണല്ലോ. അതെ അതെ സത്യമായിട്ടും ഞാൻ വേണമെങ്കിൽ. അല്ല അത് വേണ്ട, അപ്പൊ പിന്നെ പറയാതിരുന്നിട്ട് കാര്യമില്ല. അല്ല ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിക്കാനായിട്ടൊന്നുമില്ല. അതെ എന്നാ കാര്യം എന്താന്ന് വെച്ചാ ഇപ്പം ഭാര്യ പിന്നെ പ്രസവിക്കാറായിട്ട് ഇരിക്കുവാണല്ലോ. വയറ് കണ്ടറിയാൻ ഇങ്ങോട്ട് നീങ്ങുന്ന ശരി. അപ്പൊ ഈ കുഞ്ഞിങ്ങനെ
ശരിക്കും അല്ലാതെ ഇങ്ങനെ വിലങ്ങനെയാണ് കിടക്കണത്. ഈ ചെക്ക് പോസ്റ്റ് പോലെ എങ്ങനെ എടുക്കണം? അങ്ങനെ കിടക്കുവാണേ. അപ്പം എല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. പക്ഷേ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തിനും ഒരബദ്ധം പറ്റാം. കഴിവുള്ള ഡോക്ടർക്കായാലും ഒരു കയ്യബദ്ധമൊക്കെ ചിലപ്പോൾ ചുമ്മാ തമാശ പറഞ്ഞ ഉദാഹരണം പറഞ്ഞത്. അതെ, ഉദാഹരണം പറഞ്ഞ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് സംഭവം ഇച്ചിരി ക്രിട്ടിക്കലാണ്. ഇച്ചിരി വിഷയമായിട്ടിരിക്കാറാ ഇയാളെ. അല്ലല്ല മോണ കേസല്ല, വേറെ ഭാര്യ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാ, കൂടെ നിൽക്കുക, സന്തോഷിപ്പിക്കുക, സമ്മാനിപ്പിക്കുക. പിന്നെ ചേട്ടൻ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. എനിക്കേ ഒരു ശ്വാസം മുട്ടും പരവേശം ഒക്കെ പോലെ. അതിനെ ആശ്വസിപ്പിക്കാനാണ് തന്നെ വിളിച്ചത്. അയ്യോ എടാ, ഇത് ഗ്യാസ് കുറ്റി ഇരിപ്പുണ്ടോ? എന്താ ഗ്യാസ് കുറ്റി അല്ലേ മറ്റേ മൂക്കത്ത് വെക്കണേ? അതൊന്നും ഇല്ല എനിക്ക്. ഇപ്പൊ എന്നെ ശ്വാസം മുട്ടുള്ള വിഷയമാണോ? ഓക്സിജൻ കിട്ടുമെന്ന് പറയാണ്. അതിനെ ആശ്വസിപ്പിക്കാനാണോ തന്നെ വിളിച്ചത്? എനിക്ക് വയ്യ, ഞാനിപ്പോ മരിച്ചു പോകുന്ന എനിക്കൊരു പേടിയാ. അയ്യോ, അല്ല പിന്നെ നല്ല പ്രസവം നടക്കില്ല, ധൈര്യമുള്ള ഒരാൾ വേണം. അയ്യോ, അങ്ങനെയാണ് എന്റെ ഒരു കാര്യം ചെയ്യാം. എന്റെ ഒരു കൂട്ടുകാരൻ സബാസ്റ്റ്യൻ ഉണ്ട്, ഇറച്ചി വെട്ടുകാരനാ. ദിവസം 2 പോത്തിനെ വരെ വെട്ടണവനവൻ. ചോര കണ്ട് അറപ്പ് മാറിയണോ, ഭയങ്കര ധൈര്യം അവനെ. ആണോ? സെബാസ്റ്റ്യൻ പുറത്തു വന്നു. പേടിയാടാ, പ്രവസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഡോക്ടർ, നിങ്ങൾ ഡോക്ടറാണോ? എത്ര നേരമായി കയറിയിരിക്കുന്നത്? എന്തിനാ ഇത്ര താമസം? അല്ല, അത് ഈ പേടിയുടെ ഒരു ചെറിയ പ്രശ്നമുള്ള. എനിക്കങ്ങനെ പേടിയൊന്നും ഉള്ള ആളല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, നോർമൽ മാറ്റൂ, സിസേറിയനാക്കൂ. അല്ല, ചെയ്യാതെ കുഴപ്പമില്ല. കെട്ടി തൂക്കുന്നേ കുട്ടിയെ വേർപെടുത്തുന്ന എന്റെ ഉന്മേഷന്റെ ചങ്കാണെന്നേ. അത് വേറെ വേണോ? ഏത് സൈസ് വേണം? എന്തായി കാണിക്കുന്നത്? പ്ലീസ്, ഇത്ര താമസിപ്പിക്കല്ലേ സുഹൃത്തെ. ഇത് അങ്ങനെ ഒന്നും എടുത്ത് അടയ്ക്കാൻ പറിച്ചിരുന്നോന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് അടങ്ങത് സമാനപ്പെടും. ഞാനത് ചെയ്തോളാം കേട്ടോ. വേണ്ട വിധം ഞാൻ ചെയ്യാം. ഡോക്ടർ, 5ാം വാർഡിലെ രോഗിക്ക് കുറച്ച് ക്രിട്ടിക്കലാണ്. ഓപ്പോസിറ്റ് ബ്ലഡ് വേണം. എന്തിനാ ഓപ്പോസിറ്റ് നിന്ന് ബ്ലഡ് എടുക്കുന്നത്? തൊട്ടടുത്തൊന്നും ബ്ലഡ് എടുത്ത് കൊടുക്കും. അയ്യോ ഡോക്ടർ, ഓപ്പോസിറ്റ് ഗ്രൂപ്പാണ്, ബ്ലഡ് ഗ്രൂപ്പ്. ഓ, തുറഞ്ഞല്ലോ. എന്റെ എ പോസിറ്റീവ്. നിങ്ങളുടെ ഓ പോസിറ്റീവ് ആണോ ബ്ലഡ് ഗ്രൂപ്പ്? എനിക്ക് ബ്ലഡ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഓപ്പോസിറ്റീവ് ആണോ? എന്റെ ഓപ്പോസിറ്റീവ് ആണോ? എന്റെ ഓപ്പോസിറ്റീവ് ആണ്. ഓക്കെ, പേടിക്കാനില്ല. വെട്ടിക്കീറി 5-10 കുപ്പിയുടെ കാലിന്റെ ശരി ഒരു സെക്കൻഡ്. ഒരു വിഷയമല്ല. അല്ലല്ല, അവിടെ എന്റെ പെണ്ണുമ്പളെ പൊളന്നെടുക്കും. 1 കുപ്പിയ 2 കുപ്പിയ 3 പൂത്തി പൊളന്നങ്ങ് എടുക്ക്. ഇങ്ങനെ ധൈര്യമുള്ള മനുഷ്യനാണ്. ഇവിടെ 4 സാപ്പാട്ടിനെ കുത്തിയലടി. ഇത്ര പേര് കണ്ടിരിക്കുക. സാപ്പാട്ടിനെ കുത്തിയലടി. നീ പുറത്തേക്ക് വഴിയാ കാണിച്ചലടി. നിന്നെ 6 കോടിയാൻ എന്റെ ഞാനാണോ സാപ്പാട്ടിനെ കുത്തിയാക്കണത്? നീ പുറത്തേക്ക് വഴിയാ കാണിച്ചലടി. സംഭവം മൊത്തം പാടുന്ന ഒരു കാര്യം കൂട്ടിയെടുക്കും. നേരെ ലേബർ ആ കാല ഒന്ന് മാറാ. നിന്റെ പെണ്ണുമ്പളെ കൊണ്ടുപോകാൻ ഇതല്ലേ വായിന്ന് മുട്ടായി തെറിച്ചു പോകണം. ഈ പണ്ട് 2 കൊണ്ടാണ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിനെ വെളി കയറി ഇരിക്കാം. അതോട് കൊണ്ടുപോ. അയ്യോ ചേട്ടാ, പോയോ? 1 കിലോ ഏത്തപ്പഴം വേണം. എന്തിനാ വയറ്റിനകത്തിട്ട് തിന്നാനാണോ? ഞങ്ങളവിടെ പണിയെടുക്കല്ലേ, ഞങ്ങൾക്ക് ക്ഷീണം വന്നാൽ നിങ്ങളുടെ ഭാര്യയെ ബാധിക്കും. വേഗം ചെല്ലേ. ഹലോ, ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ വൈഫ് പ്രസവിച്ചു. ബില്ല്. ഈ ബില്ലാണ് എന്റെ പെണ്ണുമ്പോൾ ഇത്ര നാളും 10 മാസമായിട്ട് വയറ്റിട്ടുണ്ടായിരുന്നത്. ഇല്ല, ഇത് തന്റെ വൈഫ് സുഖമായിട്ട് പ്രസവിച്ചു. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ചെലവൊക്കെ ചേർത്തുള്ള ബില്ലാണ് ആ തന്നിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ചെലവ് ചേർത്തില്ല. ഓ, കൺഗ്രാറ്റുലേഷൻ ഡോക്ടർ. താങ്ക് യു. അങ്ങനെ പ്രസവത്തിന് 3000 രൂപയോ? വിഷയമല്ല, പാവങ്ങൾക്ക് ഒരു വിഷയം. നമ്മൾ ഉണ്ടല്ലോ, പാവങ്ങൾക്ക് നമ്മളുണ്ട്. ആണല്ലേ? ഭയങ്കര. ഇതൊക്കെ എങ്ങനെ ലാഭം? ഇങ്ങനെ ലാഭം നോക്കിയിട്ടല്ലല്ലോ ഇപ്പൊ കൊച്ചു. അതൊന്നും ഒന്നും ഇല്ല. ഇത് കുഴപ്പമില്ല.
ഇതന്നെ 85,000 രൂപ. ഏത് ഇത് 85,000 രൂപ. ആ. ഈ താനെ തന്റെ പെണ്ണുമ്പിള്ളക്ക് ധൈര്യം കൊടുക്കാണ്ട് പുറത്തുനിന്ന് ഒരുത്തനെ ഇറക്കിയില്ലേ? ആ. അവൻ അകത്ത് ചെന്ന് അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം തല്ലിപ്പൊട്ടിച്ച് അയച്ചുവിനകത്ത്. എന്നിട്ട് ആ രക്തം എടുക്കാൻ വന്ന പെങ്കൊച്ചില്ലേ, അവിടെ തലയെ അടിച്ചു പൊട്ടിച്ച് 5 സ്റ്റിച്ചുമായിട്ട് കൊച്ചകത്ത് കിടക്കുക. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് 85,000 രൂപ ഇയാൾക്ക് അടിച്ചു വെച്ച് തന്നേക്കുക. ആണല്ലേ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇയാൾ സത്യത്തിൽ ധൈര്യം കൊടുക്കാൻ വന്നതാണ് അതാ ഇയാളെ വീട് ഇവിടെ എഴുതി കൊടുക്കാൻ വന്നതാണ്? ഞാൻ അകത്തേക്കൊന്ന് പൊക്കോട്ടെ സാറേ. ധൈര്യമായിട്ട് ഇന്ന് അവനെ ഞാൻ കൊന്നട്ടെ എന്ന ബാക്കി കാര്യമുള്ളൂ. കുട്ടിമാമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇനിയും രണ്ടുപേരെത്തിയിട്ടുണ്ട്. 2 താരങ്ങളാണ്, ഇന്ത്യനും അതുപോലെ തന്നെ വൈശാഖ് നായരും. രണ്ടുപേരെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി കാടുന്നു കാണാനായി കൂടന്നു കൂട്ടാനായി. ഇന്ത്യ എന്തോ ആരാടെ ഇന്ത്യൻ എന്ന് ഈ പേരിട്ടത്? അപ്പനും അപ്പനാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു അപ്പനോട്? ഭയങ്കര സ്നേഹം തോന്നുക. ആണോ? വേറെ ഏതെങ്കിലും ഇന്ത്യക്കാർക്കുണ്ടാവോ ഇങ്ങനൊരു പേരല്ലേ? ജോൺ ഡി റോഡ്സിന്റെ മോളുടെ പേര് ഇന്ത്യ എന്നാണ്. ഇപ്പൊ ടൊവിനോടെ കൂടെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരും ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്നാണ് നായികയുടെ പേര് ഇന്ത്യ. ഓ, വെറൈറ്റി. അത് പറഞ്ഞപ്പോൾ ഇതിലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. കട്ടപ്പനയില് അമ്മയ്ക്കൊക്കെ പരിചയമുള്ളൊരു ഫാമിലിയില് അവരുടെ മക്കളുടെ പേര് ഇട്ടിരിക്കുന്നത് രാജീവ് ഗാന്ധി എന്നും മഹാത്മാഗാന്ധി എന്നും. സത്യമായിട്ട് വലിയ ആൾക്കാരായി അവര്. അവിടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിലെ രാജീവ് ഗാന്ധി അവിടെ തെങ്ങിന് അത് ശരിക്കും ഉള്ള പേരാണ് കേട്ടോ, ഇപ്പൊ ഉള്ള പേരാണ്. ക്ഷമിക്കുക. പറയും, കുട്ടിമാമയില് എന്താണ് കഥാപാത്രം? കുട്ടിമാമയില് ഞാൻ സഞ്ജു എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. മഞ്ജു ചേച്ചിയുടെ മകനായിട്ടാണ് അമ്മേ. എനിക്ക് വയ്യ. അപ്പോൾ ഇതില് ശ്രീനി സാർ പ്ലേ ചെയ്യുന്ന ശേഖരൻകുട്ടി എന്നുള്ള ക്യാരക്ടറിന്റെ നെഫ്യുമാണ് ഞാൻ. അപ്പൊ എന്റെ കുട്ടിമാമയാണ് ഈ പറഞ്ഞ കുട്ടിമാമ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ. ഇതില് ഹ്യൂമർ തന്നെയാണ്. ഇതില് കുറച്ചും കൂടെ ഒരു പക്വതയും ഒരു എഴുത്തുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അമ്മ ഫുൾ ഹ്യൂമർ, വെറും മൂളയാണ്. ഞാൻ തമിഴ് പയ്യനായിട്ടാണ് മുരുകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആദ്യമായിട്ടാണ് ഫുൾ ഡയലോഗ്സ് കംപ്ലീറ്റ് തമിഴ് പരിപാടി പിടിക്കുന്നത്. അപ്പൊ ഒരു എക്സ്പീരിയൻസ്. ഇടുക്കി ഗോൾഡില് പ്രേമലേഖനം കൊടുത്ത ഡയലോഗ് ഓർമ്മയുണ്ടോ? ഈസ്റ്റ് ഓർ വെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്, ഐ ലവ് യു, KC രവി തന്നെ. നമ്മൾ അടുത്തായിട്ടൊരു ഗെയിം സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇത്രയും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗെയിം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ കുറച്ച് സമയമായി സുഖമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കേണ്ട, അങ്ങോട്ട് വരൂ, ചാലഞ്ചുകൾ ഏറ്റെടുക്കൂ. പകലിൻ വഴികളിൽ കൂടെ പൂങ്കാറ്റിലോടിന്നു വന്നേ. നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് തവിയും കുറച്ച് ബോളും ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 പേരുള്ള 2 ടീമുകളായിട്ടാണ് നമ്മൾ മത്സരിക്കുക. അപ്പൊ ആദ്യം ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നത്? ടീം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യോ സുരാജ് ചേട്ടാ? ഇവർ 3 പേരുമാണ് ഇപ്പൊ ആദ്യം മത്സരിക്കാൻ പോകുന്നത്, നമ്മുടെ ഫസ്റ്റ് ടീം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർ കാണികളാണ്, നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കാം. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവർ 2 പേരും കയ്യിൽ ഓരോ തവികൾ കൊടുത്തിട്ടുണ്ട്. ഈ തവികൾ കടിച്ചു പിടിച്ച് അവിടെ നിന്ന് ഒരു ബോൾ എടുത്ത് ആ തവിയിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേ ആൾക്ക് കൊണ്ട് കൊടുക്കുക. അത് ഈ തവിയിൽ നിന്ന് തവിയിലേക്ക് വേണം പാസ് ചെയ്ത് കൊടുക്കാൻ. കൈ കൊണ്ട് ബോളിൽ തൊടാൻ പാടില്ല. പാസ് ചെയ്ത് കിട്ടിയ ആള് അത് താഴെ കളയാതെ കൊണ്ടുവന്ന് ബോക്സിൽ നിക്ഷേപിക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ ആ ബോക്സിൽ നമ്മൾ കുറച്ച് സിനിമകളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ എടുത്തത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ടീമിലെ 3ാമത്തെ ആളിന് അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. 3 മിനിറ്റിനുള്ളിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി എത്ര മൂവീസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ എത്ര എണ്ണം പറയിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആരാണ് വിന്നർ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 5, 6, 7, 8, 9 കൊടുക്കുന്നതാണ്. വളരെ സൂക്ഷിച്ച് ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. കൊടുത്തോ. ഇല്ല പതിയെ വെച്ചു കൊടുക്കുക. പതിയെ വെച്ചു കൊടുക്ക്. പിടിക്കാൻ പറ്റും. ഇത് കൊടുക്കുന്നതാണ്, വളരെ സൂക്ഷിച്ചു കൊടുക്കണം. താഴ്ത്തിയാ മതി. പതിയെ താഴ്ത്തി കൊടുക്ക്. ഇവിടെ താഴ്ത്തി കൊടുക്ക്. തന്നെ
മഞ്ജുവിന്റെ വടി വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വെച്ചോ. ഓക്കെ, മഞ്ജു പൊക്കോ, മഞ്ജു പൊക്കോ. പെട്ടെന്ന് കാണിച്ചോളൂ. പൂക്കൾ, പനിനീർ ആകാശം, വിടർന്ന പൂക്കൾ, പൂക്കൾ, പൂ, ഒരു പൂ, ഒരു പൂ. ആകാശ പൂ, മരം, പൂമരം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ, ഗുഡ് ജോബ്. സിനിമ ഇല്ലെങ്കിൽ നീ ജീവിക്കും. ഇന്ത്യൻ ലാസ്റ്റ് മിനിറ്റ് ആണ്. പെട്ടെന്ന് എടുത്തോളൂ. ഓക്കെ. എടുത്തോ, പെട്ടെന്ന് അയ്യോ എനിക്ക് നല്ല എളുപ്പമുള്ളത് കിട്ടുന്നേ. എന്താ ദൈവമേ. പെട്ടെന്ന്. കിളി, 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 പറവ, പറവ, പക്ഷി. അത്തംതിട്ട കഴിഞ്ഞു. Time up. നമ്മുടെ ആദ്യത്തെ ടീമിന്റെ മത്സരം കഴിഞ്ഞു. അവർ 3 ബോൾ ബാസ്കറ്റിൽ ഇടുകയും 2 മൂവി പറയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നല്ല ബ്രില്യന്റ് ആയിട്ട് അവർ കളിച്ചു. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ടീമിന്റെ ഊഴമാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനി പറയിപ്പിക്കാന്നുള്ളതാണ്. നന്ദനയാണ് പറയിപ്പിക്കേണ്ടത്. ആദ്യത്തെ തൊപ്പി, കുടം, കുടം, തൊപ്പി, ദൈവം, രാജാവ്, രാജാവിന്റെ മകൻ. ഓ സംഗീതമേ. നല്ല പ്രാക്ടീസ്. ഭയങ്കര പതിയെ വളരെ എക്സ്പെർട്ട് ആണ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. വിലപിടിപ്പുള്ള ഒരു സമ്മാനം നിങ്ങൾക്കാണ്. അതെ, ഈ സമ്മാനം കിട്ടാൻ പോകുന്നത്. കുപ്പി കുടത്തിലിട്. ഒന്നാമത്തത് ഗുഡ്. ഗുഡ്, ബാഡ്, അഗ്ലി. 5 അക്ഷരമുണ്ട്. 6. 6-ാം നമ്പർ. നമ്മുടെ ഓൺലൈൻ സ്റ്റാർസും കുട്ടിമാമ ടീമും കൂടെ ചേർന്ന് ഇവിടെ വൻ പോരാട്ടമായിരുന്നു സുഹൃത്തുക്കളെ. ആ കടുത്ത പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ ദുർഗയും നന്ദനയും വൈശാഖും ചേർന്ന ടീമാണ് വിൻ ചെയ്തിരിക്കുന്നവർക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ഈസ്റ്റ് ടീ തരുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഷാജുണ്ണൻ വന്നപ്പോ ആദ്യമേ തന്നെ പറഞ്ഞു കുടുംബമായിട്ടാണ് വരുന്നതെന്ന്. പക്ഷേ ഇദ്ദേഹം കുടുംബത്തിനെ കൊണ്ടുവന്നില്ല, മകളെ മാത്രമാണ് കൊണ്ടുവന്നത്. ഇദ്ദേഹം തന്നെ അറിയാതെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയും ആ ഇളയ കുഞ്ഞിനെയും കൂടെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ എന്തായാലും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ
നമ്മുടെ പ്രിയങ്കരി ശാന്തിനിയും അതുപോലെ തന്നെ ചാന്ദിനിയുടെ ഇദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു കുഞ്ഞു മോളും ഉണ്ട്. അതും ടിക്ടോക്ക് ഫെയിമാണ്. നിറഞ്ഞ കൈയടിയോടുകൂടി അവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. എന്താ ഇപ്പൊ ഏത് സിനിമയിലാ മോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ബ്രദേഴ്സ് ഡേ. ഓക്കെ. ആരുടെ കൂടെയാ മോൾ അഭിനയിക്കുന്നത്? 10-16 വർഷമായിട്ട് ശരിക്കും ടി വിയിലോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലോ ഒന്നും തല കാണിക്കാതെ മലയാളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നായികയെ അടിച്ചുകൊണ്ട് പോയതാണ്. അടിച്ചുകൊണ്ട് പോയതിനു ശേഷം പിന്നെ അഭിനയത്തിനൊന്നും വിട്ടില്ല. നൃത്ത വിദ്യാലയമൊക്കെ ഉണ്ട്, അതൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ വീട്ടമ്മയായിട്ട് തന്നെ കഴിയാണ്. അച്ഛന്റെ മകളുടെ ടിക്ടോക്ക് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യം എനിക്ക് തോന്നി വട്ടാ തോന്നിട്ടോ. ആദ്യം ഇവരിങ്ങനെ കളിച്ച് ചെയ്തു തുടങ്ങിയപ്പോ ഇതിന്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒരു പണി നിങ്ങളെല്ലാം കൂടി എന്താ കാണിക്കണത്. പിന്നെ അത് കണ്ടു തുടങ്ങിയപ്പോഴാണ് കൊള്ളാം, രസമായി. പക്ഷെ ഇവരുടെ ടൈമിങ്ങില് നമ്മളൊക്കെ പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് കാഴ്ചക്കാരെ ഇപ്പം കാണുമ്പോൾ രസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ കുട്ടിമാമയുടെ മറ്റു വിശേഷങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീനങ്ങളും വിനീതേട്ടനും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ധ്യാൻ ചേട്ടനും ശ്രീനങ്ങളും കൂടെ ഒന്നിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. ഞങ്ങൾക്ക് ആ സിനിമയായിട്ട് ബന്ധമുണ്ട്. അതെങ്ങനെ? ഗോകുലത്തിന് 4 ചിട്ടയുണ്ട്. ശരിക്കും വീട്ടില് നല്ല തമാശ പറയോ? ഉഗ്രം തമാശ പറഞ്ഞു. കടാമ്പുഴ ക്ഷേത്രത്തില് മുട്ടറക്കലുണ്ട്. എന്റെ അമ്മയുടെ പേർക്കും കൂടെ ഒരു എന്തെങ്കിലും വഴിപാട് കൊടുക്കാതെ പറഞ്ഞു. അപ്പൊ എന്ത് മുട്ട കൊടുക്കുന്നു? അപ്പൊ ഞാൻ പറഞ്ഞ് എന്നാ ശത്രുമുട്ടിന് കൊടുക്കുക. എന്നിട്ട് വേണം ഞാൻ ചാവാൻ. എന്തായാലും ഇവിടെ വന്നത് കൊണ്ട് തന്നെ ഷാജുവിനും ഇവിടെ വന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം. ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.